വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. ഞാൻ തന്നെ പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഒരു UDF-കാരൻ എന്നോട് നിങ്ങൾ എന്തിനാ എതിർ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോഴും എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചെന്ന് ചോദിച്ചു. പിന്നെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രദേശം മുഴുവൻ. ഞാനിതെന്താ ഇവരെങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനീഷിന് ചോറ് കൊടുത്തതിൻ്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ബഡ്ജറ്റിനെ കുറിച്ച് ഉള്ള അവലോകനമാണ്. ബഡ്ജറ്റിനെ കുറിച്ച് ഇനിയും നമ്മുടെ തന്നെ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എൻ്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. താങ്ക് യു.